ഫാദിന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ ഫസ്റ്റ് ഡേ ഓവർനൈറ്റ് സ്റ്റാർ ഓർ ഹിറ്റ് ഓർ വാട്ട് എവർ. സോ ഐ തിങ്ക് ഓൾ ദോസ് ലെസൺസ് കം ഫ്രം ഫെയിലിയേഴ്സ് ഓൾസോ. ഹാപ്പി പേഴ്സൺ ആണ് നസ്രിയ എന്നുള്ളൊരു ഔട്ട്ലുക്ക് ഞങ്ങൾക്ക് പൊതുവിലുണ്ട്, എല്ലാ ആളുകൾക്കും ഉണ്ട്. ഞാൻ ഒറ്റയ്ക്കാണോ ഈ കളി കളിക്കുന്നതെന്ന്, എനിക്കൊരു ടീം മെമ്പർ ഇല്ലെന്ന് ഞാൻ കേട്ടല്ലേ ആൻസർ. അയ്യേ എന്താ ഇത്? നമുക്ക് വളരെ മോശമാവുന്നു സിദ്ധു. Today is your day, children's day. നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് ഇതെല്ലാം യൂസ് ചെയ്യും. ഇപ്പം വെറുതെ ഈ ആൻസേഴ്സ് ഒക്കെ പറഞ്ഞിട്ട് കൗണ്ടർ അടിക്കുക എന്നുള്ളതാണ് എന്താ ശരിക്കും കോമഡിയിൽ ഇമ്പോർട്ടന്റ്. ആള് ചിരിക്കുക എന്നുള്ളതല്ലേ സിദ്ധു, ഇസ് ഇറ്റ് പ്രായം? ഞാനൊരു സാധനം ഇടാം, ഇപ്പൊ നിങ്ങൾ ചിരിക്കണം. ആരും പറഞ്ഞു നിങ്ങളോട് പൂജയ്ക്ക് പ്രേമമില്ലെന്ന്? ഉയർത്ത് എന്താ ഒരു മടിയേ. നമ്മുടെ എല്ലാം ഉള്ളിൽ കുസൃതിയും കൗതുകവും ഒക്കെ ഉള്ള ഒരു കുട്ടിയുണ്ട്. ചില ആക്ടേഴ്സിന് അവർ ഗ്രൂ അപ്പ് ചെയ്താലും ആ കുട്ടി അങ്ങനെ മാറാതെ നിൽക്കും. അതിന് എക്സാമ്പിളാണ് ഉർവശി, മോഹൻലാൽ, ബേസിൽ എന്നിവർ. ആ ശ്രേണിയിലുള്ള മലയാളിക്ക് എപ്പോഴും ആ രീതിയിലൊരു ഇഷ്ടമുള്ള ഒരാളാണ് നസ്രിയ നസീം. അവരുടെ പുതിയ സിനിമ വരുന്നു. ബേസിൽ ജോസഫും നസ്രിയ നസീമും പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയെ പറ്റി സംസാരിക്കാൻ ആ സിനിമയിലെ മറ്റ് കഥാപാത്രങ്ങളായി എത്തുന്ന സിദ്ധാർത്ഥ് ഭരതൻ, ദീപക് പറമ്പോൾ, പൂജ എന്നിവരാണ് ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. ഈ സിനിമ അനൗൺസ് ചെയ്തതിന് മുമ്പേ ഈ പ്രേമലുവിന്റെ സമയത്ത് പറഞ്ഞിരുന്നു ബേസിലിനെയും നസ്രിയനെയും വെച്ചൊരു സിനിമ ഉണ്ടാക്കാനാണ് ആദ്യം ഗിരീഷ് ഷെഡിയോട് പറഞ്ഞത്. അപ്പൊ അന്ന് കൊടുത്ത ഡേറ്റുകൾ പിന്നെ ഹാപ്പി അവേഴ്സിന് കൊടുത്തതാണോ സൂക്ഷ്മദർശിനി? നല്ല ക്വസ്റ്റ്യൻ. അല്ല, ആക്ച്വലി ആദ്യ ഡേറ്റ്സിന്റെ അവിടം വരെ ഒന്നും എത്തിയില്ല. അതിനു മുമ്പേ അത് മാറിയായിരുന്നു. അപ്പം അങ്ങനെയല്ല സൂക്ഷ്മദർശിനി വന്നത്. സൂക്ഷ്മദർശിനിയുടെ കാസ്റ്റിംഗ് പോലും ആദ്യം ഞാനും ബേസിലും അല്ലായിരുന്നു. അതിലൊരുപാട് വേറെ ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ കറങ്ങിത്തിരിഞ്ഞ് നമ്മളിലേക്ക് എത്തിയതാണ്. ഈ സിനിമയുടെ പോസ്റ്റേഴ്സും അതുപോലെ ഇതിന് പുറത്തു വരുന്ന കണ്ടന്റ് ഒക്കെ വരുമ്പോഴേ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ ഷെർലക് ഹോംസിനൊക്കെ പോലെ വളരെയധികം ഹൈ ഒബ്സർവേഷണൽ സ്കിൽസ് ഉള്ള അങ്ങനെ രണ്ടാളുകളായിരിക്കും, അങ്ങനെ രണ്ട് കപ്പിളുകളായിരിക്കും. ഇതിലൊക്കെ എന്തെങ്കിലും സത്യമുണ്ടോ? കുറച്ചൊക്കെ സത്യമുണ്ട് അല്ലേ? കപ്പിളുകളായിരിക്കുന്നുണ്ടോ? സത്യമുണ്ട്. അതെ, സത്യമുണ്ട്. കുറച്ചൊന്ന് എലാബറേറ്റ് ചെയ്യാമോ? ഇറ്റ് ഹാസ് എ ലോട്ട് ടു ഡു വിത്ത് പ്രിയദർശിനി എന്ന് പറയുന്ന എൻ്റെ ക്യാരക്ടർ. ആക്ച്വലി അവളുടെ ഒരു വിഷൻ, ഹൗ ഷീ സീസ് തിങ്സ്, ഒരു മൈന്യൂട്ടായിട്ടെല്ലാം കാണുന്ന അങ്ങനെ ഒരു ക്യാരക്ടറൈസേഷൻ ഉള്ള ഒരു ക്യാരക്ടറാണ്. ആൻഡ് അവളുടെ കൂട്ടത്തിൽ ഒരുപാട് ആൾക്കാരും അതേ ട്രാപ്പിലേക്ക് വീണ് അതേ ബിഹേവിയറും പിക്കപ്പ് ചെയ്ത് അങ്ങനെ ഒരു ഇറ്റ് ഹാസ് ടു ഡു വിത്ത് മൈ ക്യാരക്ടേഴ്സ് ഒരു സ്വഭാവം. അധികവും കണ്ടിട്ടുള്ളതൊക്കെ സീരിയസ് ആയി സംസാരിക്കുന്ന സീരിയസ് ആയ സിനിമകളിലാണ്. അതിൽ നിന്നൊരു ബ്രേക്ക് ആണോ സൂക്ഷ്മദർശിനി? എനിക്ക് തോന്നുന്നു എവ്രിബഡി വിൽ ബി സർപ്രൈസ് സിദ്ധുവിനെ കാണുമ്പോൾ. ഇതിന്റെ ഒരു പോസ്റ്റർ അങ്ങനെ പേജിലൊന്നും കണ്ടില്ല, ചുമരുകളിൽ ഒട്ടിച്ച് കണ്ടു. ഈ ബ്രേക്കിംഗ് ബാഡിനെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന പോലെ ജെസി പിങ്ക്മാനും വാൾട്ടർ ഹൈറ്റൊക്കെ നിൽക്കുന്ന പോലെ ഇതൊക്കെ വെച്ചിട്ട് ആ സീരീസിനെ ട്രോളുന്നതാണോ അതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ പടത്തിൽ? ഞാൻ ഇപ്പൊ പറഞ്ഞ അതിന്റെ സുഖം പോലേ അത് കാണുമ്പോൾ ഞാൻ ട്രോള് വേണമെങ്കിൽ തന്നെ ബിഫോർ ഹാൻഡ്. അതായത് അത് തിയേറ്ററിൽ കണ്ട് മനസ്സിലാക്കുക എൻ്റെ ഒരു പ്രസക്തി. നിങ്ങൾ കാണുന്ന എല്ലാം പടമായിട്ട് ബന്ധമുള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കും ഈ പടമായിട്ട് പുറത്തു വരുന്നത്. ഇറ്റ് ഹാസ് ടു ഡു വിത്ത് ദ മൂഡ് ഓഫ് ദ ഫിലിം ഓർ ക്യാരക്ടേഴ്സ് ഓഫ് ദ ഫിലിം. അങ്ങനെ തന്നെയാണ്. ഫഹദിന്റെ ഇന്റർവ്യൂവിനകത്ത് ഉള്ള ഉത്തരങ്ങള് ആളുകള് കുറെ ചർച്ച ഇപ്പം എന്താ പറയാ, എല്ലാ ആളുകൾക്കും ഒരേ സ്പേസ് ഉണ്ട്, അതവർക്ക് കൊടുക്കണം എന്നുള്ള കാര്യം, എനിക്ക് ഇഷ്ടമല്ലാത്തതൊന്നും ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ കാര്യം. ഇപ്പൊ അതൊക്കെ ഭയങ്കര ഡീപ്പായിട്ട് ഇങ്ങനെ ആലോചിച്ച് ഒരു സ്കോളറൊക്കെ പറയുന്ന പോലെയൊക്കെയാണ് നമുക്ക് മനസ്സിലായിട്ടുള്ള പല ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്നതൊക്കെ. അത്രയും അധികം അദ്ദേഹം വായിക്കുന്ന കാരണമാണോ അതോ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കുന്ന കാരണമാണോ? എവിടുന്നാ ഈ ഇത്രയും റിഫൈൻഡ് ഉത്തരങ്ങൾ വരുന്നത്? അപ്പം ഫാദിന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ ഫസ്റ്റ് ഡേ ഓവർനൈറ്റ് സ്റ്റാർ ഓർ ഹിറ്റ് ഓർ വാട്ട് എവർ ഫാദ് പഠിച്ചു. സോ ഐ തിങ്ക് ഓൾ ദോസ് ലെസൺസ് കം ഫ്രം ഫെയിലിയേഴ്സ് ഓൾസോ. അപ്പം അതുകൊണ്ടായിരിക്കും പുള്ളി എല്ലാവർക്കും അവരുടേതായ സ്പേസും ഇതുമൊക്കെ ഉണ്ട്. ആരും ലൈക്ക് ഷുഡൻറ്റ് ബി ലുക്ക് ഫോർവേഡ് എന്നുള്ളതായിരിക്കും. എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. വായിക്കുന്ന ആളാണ്. But it's about, how he's seen life and, and his learnings. എനിക്ക് തോന്നുന്നു എല്ലാ ആളുകളും ഈ നസ്രിയ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ചിരിയും ഒക്കെ ഈ ഹാപ്പി പേഴ്സൺ ആണ് നസ്രിയ എന്നുള്ളൊരു ഔട്ട്ലുക്ക് ഞങ്ങൾക്ക് പൊതുവിലുണ്ട്, എല്ലാ ആളുകൾക്കും ഉണ്ട്. ഇത് ഈ ഹാപ്പി ആയിട്ടിരിക്കുക എന്ന് പറയുന്ന അവസ്ഥയുണ്ടല്ലോ, ഇതിന്റെ പിന്നിലത്തെ ഒരു തോട്ട് പ്രോസസ് എന്താ? ഒന്നും ബാധിക്കാതിരിക്കുന്നതാണോ അതോ ബാധിക്കുന്നത് അങ്ങനെ ഉള്ളിലേക്ക് എടുക്കാത്തതാണോ?
ലൈഫ് ഇസ് ടു ഷോർട്ട് എന്നുള്ളതാണ്. ശരിക്കും അതാണ്. സോ ലിവ് ഇൻ ദ മൊമെന്റ് ആൻഡ് ലെറ്റ്സ് ലിവ് എന്നുള്ളതാണ്. ലൈക്ക് ജസ്റ്റ് ദാറ്റ്. അല്ലാതെ വേറെ ഓഫ് കോഴ്സ് ഐ ഹാവ് ബാഡ് ഡേയ്സ്, അങ്ങനെ എല്ലാ ഹ്യൂമൻസിനെയും പോലെ. ബട്ട് ജനറലി ഐ ട്രൈ ടു ഗെറ്റ് ഓവർ ദാറ്റ് ബാഡ് ഡേയ്സ് ഓർ സാഡ് മൂഡ് ഓർ. അതുകൊണ്ട് എൻ്റെ മറ്റു സൈഡ് കണ്ടിട്ടില്ല. ഈ കോമഡി ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന റിയാക്ഷൻസ് ആണ് ഇമ്പോർട്ടന്റ്. ഇത്രയും സിനിമകൾ ചെയ്തതെന്ന് എന്താ മനസ്സിലായിട്ടില്ല? അതോ കൗണ്ടർ അടിക്കുക എന്നുള്ളതാണ് എന്താ ശരിക്കും കോമഡിയിൽ ഇമ്പോർട്ടന്റ്? ആള് ചിരിക്കുക എന്നുള്ളതല്ലേ. നമ്മളെന്ത് റിയാക്ഷൻ കൊടുത്താലും അത് പറയാൻ പറ്റില്ല. ആൾക്കാർ തിയേറ്ററിൽ എങ്ങനെ കാണുന്നു അനുസരിച്ച് ചെയ്യും. ഇപ്പം ആ സിനിമകളിലൊക്കെ ചിരിച്ചിട്ടുണ്ട്, കാരണം അത് നന്നായിട്ട് എഴുതിയ, നന്നായിട്ട് ഷൂട്ട് ചെയ്ത സിനിമകളായതുകൊണ്ട്. ഇതിലങ്ങനെ എൻ്റെ ക്യാരക്ടർ കോമഡി ഒന്നുമല്ല. ഇപ്പം ചിലപ്പോൾ ചിരിക്കില്ല അല്ലേ, അഭിനയിച്ച് ബോറാക്കിയിട്ട് ഇല്ല, കുഴപ്പമില്ല, ചിരിക്കില്ല. ഈ ജെന്റിൽമാൻ ഹസ്ബൻഡ് ആണ്. നല്ലൊരു ഹസ്ബൻഡാണ് അല്ലേ. നല്ലൊരു എനിക്ക് തന്നെ എന്നെ കണ്ടിട്ട് ചില സമയത്ത് ദീപക് കല്യാണം കഴിഞ്ഞ ഉടനെ ഫ്രഷ് സുഡുസുഡാ ഭർത്താവായിട്ട് അഭിനയിക്കാൻ. സോ അത്ര ഡീസന്റ് അല്ല. ഇത് ചിലപ്പോ അപർണ കാണുമ്പോ ഇങ്ങനെയൊക്കെ ആയിക്കൂടെ ചിലപ്പോ ചോദിക്കുമായിരിക്കും. ഞാൻ പറയും. പൂജയുടെ നോട്ടങ്ങള് തിയേറ്ററിൽ ഭയങ്കരമായിട്ട് ചിരി ഉണ്ടാക്കാറുണ്ട്. ഇപ്പം ആവേശത്തിലാണെങ്കിലും ശരി, രോമാഞ്ചത്തിലാണെങ്കിലും ശരി. അപ്പൊ ആ നോട്ടത്തിന് ഒരു കുറച്ച് എക്സെൻട്രിസിറ്റി കൂടി ഉണ്ട്. ഈ മറക്കൻ ദേശ്പാണ്ഡെ ഒക്കെ നോക്കുന്ന പോലത്തെ ഒരു നോട്ടം ഉണ്ട് അതിന്. അതിന്റെ ടൈമിംഗ് കൂടി വേണമല്ലോ. ഇപ്പൊ ഉദാഹരണത്തിന് ആവേശത്തിന് 3 പിള്ളേരെ കാണുമ്പോ ഭയങ്കര കുറച്ച് ഓവർ ഡൂ ചെയ്യുന്ന പോലെ നോക്കണല്ലോ. മറ്റേ സ്ഥലത്ത് ഐ മീൻ രോമാഞ്ചത്തിൽ ഇതുപോലെ തന്നെ ഓജകൊണ്ട് അടുത്തിരിക്കുമ്പോ ഒരേ സമയം ടെൻഷൻ ബിൽഡ് ചെയ്യുന്ന നോട്ടങ്ങളുണ്ടാവും. ഇത് ബ്രീഫിലൂടെയാണോ സംഭവിക്കുന്നത്? അതൊക്കെ അറിയാതെ അങ്ങ് ബ്രീഫുണ്ട്. അതിനനുസരിച്ച് നമ്മള് ഇത് കോമഡി ആവണം എന്ന് വിചാരിച്ചിട്ട് അല്ല ചെയ്യുന്നത്. അപ്പൊ ആ കഥാപാത്രങ്ങൾ ആ മൊമെന്റിൽ എങ്ങനെയായിരിക്കും എന്നുള്ള രീതിയിലാണ് ചിന്തിക്കുന്നത്. അപ്പൊ നമുക്ക് തന്നെ ബ്രീഫിൽ നിന്നാണ് എനിക്ക് തോന്നുന്നു അത് ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ നമ്മള് ഞാനൊരു സാധനം ഇടാം, ഇപ്പൊ നിങ്ങൾ ചിരിക്കണം എന്ന് വിചാരിച്ച് ചെയ്താൽ എനിക്ക് തോന്നുന്നു കോമഡി വർക്ക് ആവില്ല എന്ന് തോന്നുന്നു. അത് നമ്മൾ ഒരു കഥാപാത്രത്തോടെ ഓണസ്റ്റ് ആയിട്ട് തന്നെ പെരുമാറുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. ഞാൻ പെട്ടെന്നൊരു റൗണ്ടിലേക്ക് കൊണ്ടുപോകാം. അതിൻ്റെ പേര് സൂക്ഷ്മദർശിനി റൗണ്ട് എന്നാണ്. അതായത് വളരെ സൂക്ഷ്മമായി നോക്കിയാൽ മാത്രം മനസ്സിലാവുന്ന കുറച്ച് ബന്ധങ്ങളുള്ള 2 സിനിമകളെ പറ്റി പറയാം. നസ്രിയ സിദ്ധാർത്ഥ ഒരു ടീമാണ്, ദീപക് വർമ്മ പൂജ മറ്റൊരു ടീമാണ്. ഞാനതൊരു ട്രയൽ പോലെ പറഞ്ഞുതരാം. അതായത് ഒരേ എലമെന്റ് വരുന്ന 2 സിനിമകളുടെ ത്രെഡ് ഞാൻ പറയും. ആ 2 സിനിമകൾ ഏതാണെന്ന് നിങ്ങൾ പറയണം. അതാണ് ഫോർ എക്സാമ്പിൾ. ഓക്കെ. ഒരാൾ പുലിയെ പിടിക്കാൻ ഒരു നാട്ടിൽ വരുന്നു. അയാൾ പുലിയേക്കാൾ പ്രശ്നക്കാരനാവുന്നു. ഒരാൾ അച്ഛനെ കൊന്ന പുലിയെ പിടിക്കാൻ ഇറങ്ങി വേലെറിഞ്ഞ് പുലിയെ പിടിക്കുന്നു. പുലിമുരുകൻ. ട്രയൽസ് പൊളിച്ച് ഇതും വേണമെങ്കിൽ കോമ്പറ്റീഷൻ ആയിട്ട് ശരിക്കും തുടങ്ങാം. കാമുകനെ കാണാൻ വന്ന് ലോഡ്ജ് റൂമിൽ ട്രാപ്പ് ആവുന്ന നായിക. കാമുകനൊപ്പം ഒളിച്ചോടനിറങ്ങി സൈക്കോക്കൊപ്പം വീട്ടിൽ ട്രാപ്പ് ആവുന്ന നായിക. കപ്പേള. ശ്രീമായി വളരെ അടുത്ത് നിൽക്കുന്ന ഒരു സിനിമ. ഞാൻ ഒറ്റയ്ക്കാണോ ഈ കളി കളിക്കുന്നത്? എനിക്കൊരു ടീം മെമ്പർ ഇല്ലെന്ന്. ഓക്കെ, ടീം ബി റെഡിയാണോ? ഇത് എളുപ്പമാണ്. പുഴയിലിറങ്ങി വീവാർ ചെരുപ്പ് കഴുകി വരുന്ന നായകൻ. പുഴക്കടിയിൽ വാറ്റുചാരായം പുഴക്കടിയിൽ വാറ്റുചാരായം. അതിന്റെ റീമേക്ക് തമിഴിലുണ്ടല്ലോ, മഹേഷിന്റെ. അതായിരിക്കും. ഇത് കുറച്ച് ടഫാ. ഇത് ടീം എക്ക് മാത്രം എല്ലാം ടഫ്. പറ്റില്ലെങ്കിൽ പാസ് ചെയ്യാം. ബൈക്ക് ഇടിച്ച് ഹെഡ്ലൈറ്റ് തെറിച്ചു പോകുമ്പോൾ മരിക്കുന്നത് നിത്യമേനോൻ. ബൈക്ക് ഇടിച്ച് സിനിമയുടെ നടുക്ക് പെട്ടെന്ന് മരിച്ചു പോകുന്നത് ലാലേട്ടൻ. ബാംഗ്ലോഡേസ്. ബൈക്ക് ഇടിച്ച് സിനിമയുടെ നടുക്ക് പെട്ടെന്ന് മരിച്ചു പോകുന്നത് ലാലേട്ടനാണ്. ഓ, പക്ഷെ നമ്മൾ എത്തി. പ്ലീസ് പ്ലീസ്, ഇതിന് എന്തായാലും പോയിന്റ്. പേരറിയോ? പപ്പൻ പ്രിയപ്പെട്ട പപ്പനുണ്ട്. ബാംഗ്ലോഡേസ്. ഓക്കെ.
2 points. ഇവർക്ക് ഒരു 1 point. റഹ്മാൻജിയല്ലേ? പപ്പൻ, പ്രിയപ്പെട്ട പപ്പൻ. ഓക്കെ, നിങ്ങൾക്ക് ഇത് കുറച്ച് ടഫാ. നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് യൂസ് ചെയ്യും. ഇപ്പം വെറുതെ ഈ ആൻസേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാത്രി ATM കവർച്ചക്കാരനും രാവിലെ ഫിസിക്സ് പ്രൊഫസറുമായ നായകൻ, രാത്രി കള്ളനും രാവിലെ പോലീസ് ഓഫീസറുമായ നായകൻ. അതൊന്ന് മറ്റേ പൃഥ്വിരാജിന്റെ പടത്തെ ആ, ജോഷി സാറ് ഡയറക്ട് ചെയ്ത അതെ അതെ. അല്ലേ? ജയസൂര്യ ഭാവനയൊക്കെ ഉള്ള സിനിമ. എന്തായിരുന്നു അതിന്റെ പേര്? റോബിൻ ഹുഡ്. ആ, അടുത്ത പടം. അടുത്ത എന്തായിരുന്നു ചോദ്യം? രാത്രി കള്ളനും രാവിലെ പോലീസ് ഓഫീസറുമായ നായകൻ. മീശ വന്നിട്ടുണ്ടോ? പോലീസ് ഓഫീസറോ? ഇതിന് മൈനസ് പോയിന്റ് നെഗറ്റീവ് ഒരു പ്രശ്നം. ടീമാക്കി അത് പാസ് ചെയ്യും. പഴയ പടാ? പുതിയ പടം. നിങ്ങളത് പറഞ്ഞു വരുന്നത് 2 പടത്തിന് ഒരേ കഥ ഒരേ ഉണ്ടെന്നാണോ? കഥയായിരുന്നു, അങ്ങനെയാണോ നിങ്ങൾ? ഒരേ കഥയല്ല, രണ്ട് പടം 2 കഥയാണ്. എനിക്കറിഞ്ഞോളൂ പുതിയ പടം. അയ്യേ നമ്മളെ ലീഡിങ്. അയ്യോ പറ. 3 points. നമുക്ക് കുറച്ച് ടഫ് ആണ് കിട്ടിയത്. രാത്രി അല്ല പകൽ. രാത്രി കള്ളനും രാവിലെ പോലീസ്. പാസ്. രാത്രി കള്ളനും രാവിലെ പോലീസ് ഓഫീസറും. 22 റിലീസായ പടം. കോവിഡിന്റെ സമയത്ത്. നമ്മുടെ ജിത്തു ജോസഫാണ് പടം ഡയറക്ട് ചെയ്തിട്ടുള്ളത്. ദൃശ്യോ? മെമ്മറീസാ? അല്ല. കൂമൻ. യെസ്. ഓ ഷീ. താങ്ക് യു. ഞങ്ങൾ പാസ് ചെയ്തില്ല, ഞങ്ങൾക്ക് പോയിന്റ് വേണം. അല്ലല്ല, അപ്പം ഇവരെ നമുക്ക് വേണ്ടി ആൻസർ ചെയ്തു നമ്മുടെ റൗണ്ടിൽ. അല്ല, നിങ്ങളോട് ഞാൻ പാസിംഗ് പറഞ്ഞില്ല. നിങ്ങളോട് ഉത്തരം പറയാൻ അപ്പൊ നമുക്ക് കിട്ടി അല്ല 4. നമ്മൾ അങ്ങോട്ട് പാസ് ചെയ്തിട്ടില്ല. ഇനി കളിക്കണോ? സീംസ് ലൈക്ക് ഒരു win ആണ്. ഓക്കെ, ഇത് കുറച്ച് എളുപ്പമാണ് നിങ്ങൾക്ക്. ഓ, ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ കഴിവ് തെളിയിച്ച ബോംബെ ഡോൺ, ദംഷറാർട്സ് കളിച്ച് കഴിവ് തെളിയിച്ച ബാംഗ്ലൂർ ഡോൺ. അത് ബോംബെ ഡോൺ. അതേതാ പേര് പറ. ബോംബെ ഡോണിന്റെ പേര് പറ. ബോംബെ ഡോൺ പറഞ്ഞ പടം. ബോംബെ പിന്നെ രണ്ടാമത്തെ ഏതായിരുന്നു? അത് നിങ്ങൾക്ക് അറിയാം, ദംഷറാർട്സ് കളിച്ച് കഴിവ് തെളിയിച്ച ബാംഗ്ലൂർ ഡോൺ. ദേ ഇവിടെ ഇരിക്കുന്നു. ആവേശം. മറ്റത് പറ ലാലേട്ടന്റെ. സിദ്ധു. Is it the പ്രായം മറന്നു പോകുന്നത്? മറ്റേ മൂന്നാമത്തെ പെഗ് അത് തന്നെ. പാസ് ചെയ്തോട്ടെ. 6ാം നമ്പരാ. പൊളിച്ച് നമ്മള് 5. ഇവർ കളിക്കണോ? ഇത് ഭയങ്കര ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. അടുത്തത്. tough. ഇത് കുറച്ച് ടഫാ. ഇത് മനഃപൂർവ്വം ചോദിക്കുന്ന. ഇവര് 2, we are 5. ടൂറ് പോകുന്ന പെൺകുട്ടികളുടെ കൂടെ വരുന്ന നായകൻ പ്രേതം, നായകനൊപ്പം ഇഡ്ലിയും സാമ്പാറും കഴിക്കുന്ന പ്രേതം. നായകന്റെ ഒപ്പം ഇഡ്ലിയും സാമ്പാറും. പ്രേതം അതൊന്ന്. അതെനിക്കറിയാലോ. ഈശ്വരാ. നായകനൊപ്പം ഇഡ്ലിയും സാമ്പാറും കഴിക്കുന്ന പ്രേതം, ടൂറ് പോകുന്ന പെൺകുട്ടികളുടെ കൂടെ വരുന്ന ആളും പ്രേതം. കിട്ടി. 2 സൂപ്പർ സ്റ്റാർസിന്റെ പടം. ഒന്ന് അപരിചിതൻ. എനിക്കറിയാം, ഞാൻ ഭയങ്കര നായകന്റെ ഒപ്പം ഇഡ്ലിയും സാമ്പാറും കഴിക്കുന്ന പ്രേതം. ഒരു കൺഫ്യൂഷൻ. ഇഡ്ലി സാമ്പാർ. വിസ്മയ തുമ്പത്താ? ഒരു സീനിൽ ഇഡ്ലി സാമ്പാറും കഴിക്കുന്നുണ്ട് വിസ്മയ തുമ്പത്തില്. ചായ അല്ല, ഇഡ്ലി സാമ്പാറും ഉണ്ട്. ഞാൻ കേട്ടല്ലേ ആൻസർ? ഇഡ്ലിയും സാമ്പാറും ആണ്. ചിറ്റിങ്. ഞാൻ പറഞ്ഞ അപരിചിതൻ. ഇഡ്ലി സാമ്പാർ കഴിക്കുന്നുണ്ടാ? ഇല്ല ചുമ്മാണ്. ഇഡ്ലി സാമ്പാർ കഴിക്കുന്നില്ല, ചായ കൊടുക്കുന്ന. ഇഡ്ലി സാമ്പാർ തന്നെ ഭയങ്കര പുതിയ കൺവെൻഷൻ. അതിനെ കുറിച്ച് കമന്റ് ഒക്കെ ചെയ്യും. സാമ്പാർ കൊള്ളാം. നമ്മളപ്പോ നമ്മുടെ ടീമേക്ക് പാസ് ചെയ്തു. പക്ഷെ നമുക്കും പേരറിയില്ല. പക്ഷെ നമ്മള് അതിലെ സീൻസ്, ഹീറോ അതൊക്കെ പറയാം. സുരേഷ് ചേട്ടൻ നായകനായ അതെ, സുരേഷ് ചേട്ടൻ പാട്ട് പാടുന്ന പടം. രാജശേഖരൻ സാറല്ലേ ഡയറക്ടർ? അതെ, ഞാനതിലാണെന്നല്ല. മേഘസന്ദേശം. ഉത്തരം പറഞ്ഞ പക്ഷെ പാസ് ഓൺ ആയി. അത് കേറി നമുക്ക് വീണ്ടും 6 points 2 points. അല്ല, വിസ്മയ തുമ്പത്തുണ്ടല്ലോ. സാമ്പാർ ഇഡ്ലി പക്ഷെ ഞാൻ കണ്ടിട്ടില്ല കേട്ടാ. സാമ്പാർ ഇഡ്ലി അണ്ടർലൈൻ. ഓക്കെ, ശരി, സാമ്പാർ ഇഡ്ലി വിട്ടേക്കും. അടുത്തത് ടീം അയക്കല്ലേ? ഓക്കെ, ഇവരുടെ ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യുന്നത്. കാര്യങ്ങൾ മുൻകൂട്ടി കാണാൻ കഴിയുന്ന നായകൻ, ഇരുട്ടത്ത് കണ്ണ് കാണുന്ന നായകൻ. അയ്യർ ദ ഗ്രേറ്റും ലാലേട്ടന്റെ പടം. മറ്റിപ്പം വന്ന സിദ്ദീഖയുടെ പടം. മോൺസ്റ്റർ അല്ല, മോൺസ്റ്റർ അല്ല. ഇല്ല, നമ്മള് പാസ് ചെയ്തില്ലല്ലോ. നമുക്ക് വളരെ മോശമാവുന്നു സിദ്ധു. നിങ്ങൾ വളരെ നന്നായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സിദ്ദീഖയുടെ ആ പടം മോൺസ്റ്റർ അല്ല, ഒരു ഇറിൽ അവസാനിക്കുന്ന പടം തന്നെ. അല്ല, 6 6
ആറിലോ പ്ലീസ് ഒരു കുലും കൂടി ഇത്രയും നമ്മൾ പറഞ്ഞില്ലേ ശരി അത്രയും പറഞ്ഞാൽ അത്രയും clue കൊടുത്തോട്ടെ. ഒരു clue, please, please, please. ടൈറ്റിൽ മാത്രം പറഞ്ഞാൽ മതി വേറെ ഒന്നും. സാധാരണ നമ്മൾ ഈ പേര് മമ്മൂക്കയുമായി അസോസിയേറ്റ് ചെയ്തിട്ടാ പറയാ. അതായത് മമ്മൂക്ക ഇൻഡസ്ട്രിയുടെ ഇന്ന ആളാണ് എന്നൊക്കെയാണ് മെഗാ സ്റ്റാർ ആ അതെ തന്നെ അല്ല 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 സൂപ്പർ സ്റ്റാർ അല്ല 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 ബിഗ് ബ്രദറോ? ഓക്കെ ഇതിങ്ങനെ ക്ലൂ ഇത് ഭയങ്കര പാർഷ്യാലിറ്റി കട്ടി ചോദ്യം. ഓക്കെ അതൊക്കെ എളുപ്പമുള്ളത് തരാം. ഇത് ഭയങ്കര എളുപ്പമാണ് സ്പിരിറ്റ് കടത്തുന്ന നായകന്റെ അനിയൻ പോലീസ്, ഗുണ്ടയായ നായകന്റെ അളിയൻ പോലീസ്. സ്പിരിറ്റ് എടുക്കുന്ന റൺവേ ഗുണ്ടേ. തമിഴ്നാട്ടിൽ ഗുണ്ടയായ നായകന്റെ അളിയൻ പോലീസ്. തമിഴ്നാട്ടില് ഗുണ്ടേ. തമിഴ്നാട്ടിൽ ഇത് ഭയങ്കര ഫേമസ് ആയ പാടാ. തമിഴ്നാട്ടിൽ ഗുണ്ടയായ നായകന്റെ അളിയൻ പോലീസ്. അളിയൻ കേട്ടോ, നോട്ട് അനിയൻ, അളിയൻ. അവിടെ ഉത്തരം പറയിപ്പിച്ചു. ഒരു ക്ലൂ കൊടുക്കാം. ഓക്കെ നമുക്ക് തന്നോണ്ട് ഇനിയിപ്പം അളിയന്റെ സിനിമയുടെ അകത്തെ ക്യാരക്ടർ നെയിം ഈസ് ഇടിവെട്ട് സുഗുണൻ. മറ്റല്ലേ കുറച്ച് ഒച്ചത്ത് പറ. പറയട്ടെ നമ്മൾ അളിയൻ ഇത് പറഞ്ഞാൽ പറയും. അളിയൻ സുരാജ് വഞ്ഞാറമൂടാണ്. ഇത് ഭയങ്കര വലിയ ക്ലൂ ആണ്. എനിക്ക് അറിഞ്ഞോളാം. ഞാൻ ചിന്തിച്ചോട്ടെ. കിട്ടുന്നില്ല എനിക്ക് കാണുന്നില്ല. ഞാൻ അതിലെ ഒരു ഇത് പറയാം. ഒരു ക്ലൂ. ടുഡേ ഈസ് യുവർ ഡേ, ചിൽഡ്രൻസ് ഡേ. ഇത് ഭയങ്കര ക്ലൂ ആണ്. ഇത് ഭയങ്കര ക്ലൂവാ. കേട്ടില്ലേ കേട്ടില്ലേ കള്ളച്ചെറുക്കന് കല്യാണം. പോക്കിരി രാജ അല്ലേ? അങ്ങനെ സോ നമ്മൾ വിജയിച്ചതായി. കഴിഞ്ഞോ? നസ്രിയുടെ കൈ ഉയർത്തി ഒന്ന് വിജയം കാണിച്ചു. എന്താ ഒരു മടി, ഒരു മടി. മറ്റ് ഇന്റർവ്യൂകളിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു മെത്തേഡായിട്ട് ആക്ടിങ് ഇങ്ങനെ സമീപിക്കുന്ന ആളൊന്നും അല്ല, ഞാൻ ആക്ഷൻ കട്ടിന്റെ ഇടയിൽ മാത്രമേ അഭിനയിക്കുന്നുള്ളൂ എന്നൊക്കെ. ഓഡിയൻസ് വരെയായിരിക്കും കാണാനുണ്ട്. ഷോർട്ടിന്റെ ഇടയിൽ ചെയ്യുന്ന ചില ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ. ഉദാഹരണത്തിന് ഈ കൂടുതൽ ഡ്യൂട്ടിയുടെയും ലവിന്റെയും ഡെഫിനിഷൻ പറയുന്ന സീനിൽ ആ കാറിനെ തൊട്ടും ഗ്ലാസ് ഒക്കെ തൊട്ടും കുറെ ആക്ടിവിറ്റിയും കൂടി ചെയ്തിട്ടല്ല ചെയ്യുന്നത്. അപ്പൊ ഇതിന് ആ സമയത്ത് എന്താണോ ഉചിതം തോന്നുന്നത് അത് ചെയ്യുന്നതാണോ, അതിന് എന്തെങ്കിലും ഒരു തലയിലൊരു ഡിസൈൻ ഉണ്ടോ? അല്ല, ആ സീനിന്റെ എൻഡിൽ എന്താ ഫീൽ ചെയ്യണ്ടെന്നുള്ളതിന്റെ ഒരു ഐഡിയ ഉണ്ട്. ഓക്കെ ഓക്കെ, ഐ വാണ്ട് പീപ്പിൾ ടു ഫീൽ ദിസ് എന്നുള്ളതിന്റെ ഒരു ഐഡിയ ഉണ്ട്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഞാൻ അതിങ്ങനെ തലോടി എന്നെ ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞ്. അപ്പം അത് ഐ എം വെരി ക്ലിയർ അബൌട്ട് എന്താ ഏതിൽ എങ്ങോട്ടേക്ക് ഇത് എത്തണം എന്നുള്ളത്. ബിക്കോസ് അഞ്ജു ചേച്ചിയും അത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്ന ആളാണ്. പക്ഷെ ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. സിദ്ധാർത്ഥ ഇവര് രണ്ടുപേരും ക്യാരക്ടേഴ്സിലെ ഓഫ് ക്യാമറ ഇവർക്കുള്ള പ്രത്യേകത ഉണ്ടല്ലോ, ഈ കുറച്ച് പ്രായമായിട്ടും കുട്ടിത്തം വിടാത്ത സ്വഭാവം ബേസിന്റെ അത് ഇതിനകത്ത് വളരെ ഓർഗാനിക് ആയിട്ട് ഉപയോഗിച്ച ഒരവസ്ഥയുണ്ടോ? അതോ അല്ലല്ല, ഇവര് ആക്ട് ചെയ്യുന്നത്, അതായത് ഇവരുടെ സ്വഭാവമല്ല. അങ്ങനെയല്ല ആക്ച്വലി. നമ്മളിപ്പം റിയൽ ലൈഫിൽ നമുക്കുള്ള ആ കെമിസ്ട്രിയെ അല്ല പടത്തിലുള്ള കെമിസ്ട്രി. ഐ തിങ്ക് പീപ്പിൾ വിൽ ബി ഇറ്റ് വിൽ ബി ഇൻട്രസ്റ്റിംഗ് അല്ലേ? ആൻഡ് ദെൻ യു ആർ നോട്ട്, ഇവർ തന്നെയല്ല അവിടെ എടുത്ത് പ്ലേസ് ചെയ്തേക്കുന്നത്. അവിടെ വേറൊരു ക്യാരക്ടറും വേറൊരു സംസാര ശൈലിയും വേറെ സിറ്റുവേഷനും സാധനങ്ങളും. യു ആർ ടോക്കിംഗ് അബൌട്ട് ബിഹേവിംഗ് ആക്ടിങ്. നിങ്ങൾ അതാണ് ഉദ്ദേശിച്ചത്, അതല്ല എന്നാണ് ഞാൻ പറയുന്നത്. അതല്ലായിരുന്നു ഒന്ന് പറഞ്ഞാൽ കൗണ്ടറും അങ്ങനത്തെ ഒരു പരിപാടിയല്ല. അങ്ങനത്തെ ഒരു പരിപാടിയൊന്നുമല്ല. ഇറ്റ്സ് എ വെരി പ്രോപ്പർ, കാണുന്ന ആളുകൾ വേറൊരു പ്ലേ വർക്ക്ഔട്ട് ആകുന്നു. ഇപ്പൊ സ്വയം ക്യാരക്ടറിനോട് ചേർന്ന് നിൽക്കുന്ന കുറെ റോളുകളാണല്ലോ ഏറ്റവും അധികം ചെയ്തിട്ടുള്ളത്. അങ്ങനെ തന്നെയാണല്ലോ ഇപ്പോഴും പറയാറ്. കൂടെ പോലും കുറച്ച് ബ്രേക്ക് എടുത്തിട്ട് വന്ന് ചെയ്യുമ്പോൾ പോലും അങ്ങനെ നസ്രിയിൽ നിന്ന് ഭയങ്കരമായിട്ട് മാറി നിൽക്കുന്ന ഒരാളൊന്നും ആയിരുന്നില്ലല്ലോ ശരി. ഇപ്പൊ സൂക്ഷ്മദർശിനി വരുന്ന സമയത്ത് അങ്ങനെ ഒരു കുറച്ച് ദൂരത്തുള്ള ഒരാളാണ്, നമ്മൾ ഇതുവരെ അറ്റംപ്റ്റ് ചെയ്യാത്ത ഒരു ക്യാരക്ടറാണ്, ആ ഒരു ബോധ്യം ഉണ്ടായിരുന്നോ? അത് ശരിക്കും ആളുകൾക്ക് മനസ്സിലായിരുന്നു? അല്ല, ഡെഫിനറ്റ്ലി. ഇപ്പം ഈ ക്യാരക്ടർ കുറച്ചുകൂടെ മെച്ചോറിറ്റിയോ അല്ലെങ്കിൽ യുനോ ഇപ്പം എനിക്കും കുറച്ച് പ്രായമാവുന്നുണ്ടല്ലോ ഈ കൂട്ടത്തിൽ. അപ്പം നമ്മുടെ പെർസ്പെക്റ്റീവും അപ്രോച്ച് ടു ആ ക്യാരക്ടർ ഓൾസോ ചേഞ്ചസ് നോ. ഈ വർഷങ്ങളുടെ പെർസ്പെക്റ്റീവ് എല്ലാം ഡെഫിനറ്റ്ലി അത് ഡീൽ ചെയ്തിരിക്കുന്ന വേറെ രീതിയിൽ തന്നെയാണ് അത് അഭിനയിക്കുമ്പോൾ.
നമ്മളിപ്പോൾ ഒരു ഡയലോഗ് ഇപ്പം മുറിച്ച് പറയണം, അല്ലെങ്കിൽ ഈ ഡയലോഗിൻ്റെ സമയത്ത് നമ്മൾ മുമ്പ് എപ്പോഴോ ചെയ്തിട്ടുള്ള റിയാക്ഷൻ അല്ല, കുറച്ചും കൂടി മാറി അതിനെ റിയാക്ട് ചെയ്യണം. അങ്ങനത്തെ കുറച്ച് മാറ്റങ്ങളൊക്കെ നമ്മൾ മഞ്ഞുമ്മൽ ബോയ്സിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം അത് ഓവർ ദ എക്സ്പീരിയൻസ് ആണോ നടക്കുക, അതോ നമ്മളുടെ ഫ്രണ്ട് സർക്കിൾ എന്താണോ അപ്പോൾ നമുക്ക് പുതിയത് അറ്റംപ്റ്റ് ചെയ്യാനൊരു ധൈര്യം വരും, അതാണോ സംഭവിക്കുക ദീപക്? ഡയറക്ടർ പറയുന്നത് പോലെ തന്നെ ആയിരിക്കും. കാരണം ഓരോന്നിലും പറഞ്ഞു തരുന്ന രീതി തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നു ഡിഫറൻസ് വരുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഈ പടങ്ങളുടെ എണ്ണം കൂടിയത് കൊണ്ട് അങ്ങനെ ചിലപ്പോൾ അതും ഉണ്ടാവും ഉറപ്പായിട്ടും. എക്സ്പീരിയൻസ് പ്രാക്ടീസ്. ഇപ്പൊ തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ. അപ്പൊ ഇപ്പൊ ഇത് ലാസ്റ്റ് ചെയ്യുന്ന പറഞ്ഞിട്ട് അമിതാഭ് ബച്ചന്റെ ഒരു സിനിമയുണ്ട്. അപ്പൊ അതിനകത്ത് ആള് തിയേറ്റർ ആക്ടർ അല്ല അങ്ങനത്തെ ഒരു സിനിമ അതിനകത്താണ് തിയേറ്റർ അല്ല കമ്പയർ ചെയ്തല്ല. അപ്പൊ അതിനകത്ത് പുള്ളി തിയേറ്റർ ആക്ടിങ്ങിനെയും സിനിമ ആക്ടിങ്ങിനെയും പറ്റി വേർതിരിച്ച് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. ഈ തിയേറ്ററിൽ ഇരുന്നതിന്റെ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ തിയേറ്ററിൽ പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങൾ കൂടി വരുമല്ലോ, അത് എന്തെങ്കിലും രീതിയിൽ ആക്ടിങ്ങിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ തിയേറ്ററിൽ നിന്ന് വന്നതുകൊണ്ടൊരു ഗുണം അങ്ങനെയുണ്ടോ? അല്ല, എനിക്ക് ഇത് രണ്ട് ആക്ടിങ് തമ്മിൽ വ്യത്യാസം എനിക്ക് തോന്നിയിട്ടില്ല. എന്ന് വെച്ചാൽ പലപ്പോഴും ആൾക്കാർ തിയേറ്ററെ കൊണ്ട് ചിന്തിക്കുമ്പം ഇപ്പോഴും മറ്റേ 1000 കണക്കിന് ഓഡിയൻസിന് ഫ്രണ്ടിൽ പെർഫോം ചെയ്യുന്ന അങ്ങനത്തെ ഒരു അതല്ല. തിയേറ്റർ ഒത്തിരി മാറിയിട്ടുണ്ട്. വളരെ ഇൻറ്റിമേറ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക മൾട്ടിമീഡിയ യൂസ് ചെയ്തിട്ട് പെർഫോം ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ തിയേറ്ററിൽ നമുക്ക് ഡിമാൻഡ്സ് ഭയങ്കര കൂടുതലാണ് ഇൻ ടേംസ് ഓഫ് വേരിയേഷൻസ് ഓഫ് സ്റ്റൈൽസ്. അപ്പോൾ നമുക്ക് സിനിമയിൽ വരുമ്പോൾ ഒബ്വിയസ്ലി അത് യൂസ്ഫുൾ ആണ്. ഇപ്പം ഞാൻ ചെയ്ത സിനിമകളിൽ ഞാൻ ഭയങ്കരമായിട്ട് ലൗഡായിട്ട് അഭിനയിക്കേണ്ടി വന്നിട്ടുണ്ട്, പിന്നെ ഭയങ്കര സട്ടിലായിട്ടും ചെയ്യേണ്ടി സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. ഒബ്വിയസ്ലി രണ്ടിലും അഭിനയം അതിൻ്റെ നീഡ് മനസ്സിലാക്കി അതിനനുസരിച്ച് പെർഫോം ചെയ്യാമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഒബ്വിയസ്ലി എക്സ്പീരിയൻഷ്യലി നമുക്കത് ഹെൽപ്പ് ചെയ്യും. അല്ലാതെ ഈ രണ്ട് അഭിനയത്തിനും വ്യത്യാസമുണ്ട് എന്ന് എനിക്ക് തോന്നില്ല. ആളുകൾക്ക് പ്രതീക്ഷയുണ്ട് ദാറ്റ് ഇതൊരു തമാശകളോണ്ട് ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു സിനിമയായിരിക്കുമോ, അല്ലെങ്കിൽ ഒരു സീൻ കഴിഞ്ഞ് അടുത്ത സീൻ കഴിഞ്ഞ് അങ്ങനെ. ഇപ്പം ബേസിലിനൊരു ഭയങ്കര ട്രാക്ക് റെക്കോർഡ് ഉണ്ട്, വളരെ ചൂസി ആയിട്ടാണ് നസ്രിയ എടുക്കുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ തമാശ ആഫ്റ്റർ തമാശയായിരിക്കും പടം എന്നുണ്ട്. അതിനോട് എത്രമാത്രം നീതി പുലർത്തിയിട്ടുണ്ട്? തമാശകളൊക്കെ ഉണ്ട്, പക്ഷെ ഐ തിങ്ക് ഇറ്റ് വിൽ സർപ്രൈസ് യു. നമ്മുടെ എല്ലാവരുടെയും ക്യാരക്ടേഴ്സും പിന്നെ ഇറ്റ്സ് എ ത്രില്ലർ ആക്ച്വലി. അത് ഈ ഫൺ തമാശ ഒരു കാരണം ഒരു നെയ്ബർഹുഡ്, ഒരു കമ്മ്യൂണിറ്റിയിൽ വേർ ഐ ലിവ്, എൻ്റെ നെയ്ബറാണ് പൂജയുടെ ക്യാരക്ടർ അസ്മ, സുലു, അഖില, അവരൊക്കെ നെയ്ബേഴ്സാണ്. അവിടെ ബേസിലിൻ്റെ ക്യാരക്ടറും ഫാമിലിയും വരുമ്പം ഉണ്ടാവുന്ന തമാശകളും ചേഞ്ചസും അവരുടെ ഡെയിലി റിത്തം, ആ കമ്മ്യൂണിറ്റിയുടെ റിത്തം ഒന്ന് ചെറുതായിട്ട് മാറാണ്. അതാണ് സൂക്ഷ്മദർശിനി ഇപ്പം എനിക്ക് പറയാൻ പറ്റുന്നത്. സജ മുമ്പ് ചോദ്യം ചോദിച്ചിട്ടുണ്ട്, അന്ന് എനിക്കത് ഒരു ക്ലാരിറ്റിയുള്ള ഉത്തരം കിട്ടിയില്ല, സമയക്കുറവ് കാരണം. ഇന്ന് കിട്ടി, ഇന്ന് പോയാ മതി, എന്നിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് അച്ഛൻ്റെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമകളിലൊന്ന് അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ടത് താഴ്വാരമാണെന്ന്. എപ്പോഴെങ്കിലും അതിന്റെ ഒരു റീവൈസ്ഡ് അല്ലെങ്കിൽ റീഇമാജിൻഡ് വേർഷൻ ശ്രീ മോഹൻലാലിനെ വെച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആക്ടറിനെ വെച്ചോ അങ്ങനെ ഒരു വെസ്റ്റ് വേൾഡ് കൈൻഡ് ഓഫ് സിനിമ ആലോചിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സബ്ജക്ട് മനസ്സിലുണ്ടോ? അത് തന്നെ ചെയ്യണമെന്നില്ലല്ലോ. ഈ വെസ്റ്റ് വേൾഡ് സിനിമ സബ്ജക്ട് ഉണ്ടെങ്കിൽ അത് ചെയ്താൽ പോരെ. അതായത് അതിൽ നിന്ന് ഇൻസ്പിറേഷൻസ് മാക്സിമം ഊറ്റിയെടുത്തിട്ട് നമുക്ക് അങ്ങനെ ഒരു ഇപ്പം അത് തന്നെ ചെയ്യണോ? ഐ ഡോണ്ട് നോ. അതൊരാൾ ചെയ്ത മര്യാദയ്ക്ക് ഒരു നല്ല രീതിയിലൊരു വേർഷൻ ഇനിയിപ്പോൾ അതിൻ്റെ ഒരു വേർഷൻ 2 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സാധനം വേണോ? എനിക്കൊന്നും പുതിയതായിട്ട് അതിൽ ആഡ് ഓൺ ചെയ്ത് പറയാനുമില്ല. അതൊരു കംപ്ലീറ്റ് സ്റ്റോറി ആണല്ലോ. സോ നിദ്രയിൽ ഐ ഹാഡ് സംതിങ് ടു സേ, പുതിയതായിട്ട് ആഡ് ചെയ്യാനുണ്ട്. ഇത് അതവിടെ ഇരുന്നോട്ടെ, അത് വെരി ബ്യൂട്ടിഫുൾ. അതാണ് ഇരിക്കട്ടെ. ദീപക് എത്തിയിട്ടുള്ള ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, ഇപ്പോൾ മഞ്ഞുമ്മൽ ബോയ്സ് കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ആളുകൾക്ക് നിങ്ങൾ കുറച്ച് പ്രോമിസിംഗ് ആയിട്ടുള്ള ആക്ടറാണെന്ന് ഒരു ധാരണയുണ്ട്. ആളുകൾക്ക് ഒരു പ്രോമിസിംഗ് ആണെന്ന ആക്ടർ ആണെന്നുള്ള ഒരു വിശ്വാസമുണ്ട്. സോറി, കൺസ്ട്രക്ഷൻ തെറ്റായിരുന്നു. വിശ്വാസമുണ്ട്. തുടക്കത്തിൽ തന്നെ നായകനായിട്ട് ഒരു സിനിമയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ജോൺ പോൾ വാതിൽ തുറക്കുന്നു, പിന്നെ ഓർമ്മയിലൊരു ശിശിരം, ഒരുപാടുണ്ട്. എനിക്ക് അത്ര ആരുടെ പാട് നെല്ലിക്കയുണ്ട്. ഇപ്പൊ മഞ്ഞുമ്മൽ ബോയ്സൊക്കെ ശേഷം കുറച്ച് സക്സസ് റേഷ്യോ കൂടിയുണ്ടല്ലോ. ഇപ്പൊ നായകനാവാനുള്ള പണ്ടത്തെ അത്രയും ധൈര്യം ഉണ്ടോ? ഇതിലൊന്നും ധൈര്യത്തിന് പ്രശ്നമൊന്നും. എനിക്ക് പൈസ കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ധൈര്യമൊന്നും ഞാൻ ചിന്തിക്കാറില്ല. കുഴപ്പമില്ലാത്തൊരു കഥ, പിന്നെ കാര്യങ്ങൾ
സെറ്റാണെങ്കിൽ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് ഇപ്പം ഞാൻ പ്രത്യേകിച്ച് സിനിമയിൽ വന്നത് സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം കൊണ്ടാണ്. അപ്പോൾ പിന്നെ ഈ ഒരു സിനിമ വരുമ്പോൾ അതിനും ധൈര്യം എന്ന് പറഞ്ഞ കാര്യം ചെയ്യാം, വിളിക്കുമ്പോൾ അങ്ങ് ചെയ്യാം, നല്ല പരിപാടിയാണ്. പൂജ, ഈ സിനിമാ തെരഞ്ഞെടുപ്പുകളുടെ ഉള്ളിലേ ഇപ്പോൾ എനിക്ക് പറ്റുന്നത് അല്ലെങ്കിൽ അങ്ങനെ ചൂസ് ചെയ്യാൻ മാത്രമുണ്ടോ അത് വരുന്നത് ചെയ്യുന്നതാണോ? എല്ലാം ചെയ്യും. എല്ലാം ചെയ്യും. അല്ലാതെ എനിക്ക് വന്നിട്ടുള്ള എല്ലാ സിനിമയും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതുവരെ ഇതിനുള്ള അവസരം ഉണ്ടായിട്ടില്ല. അല്ല, ഇപ്പൊ കേൾക്കുന്നുണ്ട്, പക്ഷെ ഇപ്പോഴാണ് കുറച്ചും കൂടെ വരുന്നത്. അപ്പൊ എനിക്കും ഇത് തന്നെയാണ് ഞാൻ പഠിച്ചതും, ഇത് തന്നെയാണ് ഇപ്പം ചെയ്യാൻ അറിയാവുന്ന കാര്യവും. അപ്പൊ പിന്നെ ഇത് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ചിന്തിക്കാറുള്ളൂ. അല്ലാതെ ഭയങ്കരമായിട്ട് സെലക്ട് ആവാനുള്ള ഒരു സ്പേസിലൊന്നും ഇപ്പം എത്തിയിട്ടില്ല. അപ്പം അത് പല ഫാക്ടേഴ്സും ഉണ്ട്. നമുക്ക് ഫിനാൻഷ്യലി ഉണ്ട്, അല്ലാതെ ഉണ്ട്. അപ്പം മാക്സിമം നമുക്ക് എന്താ പറയുക, കുഴപ്പമില്ലാത്ത സാധനങ്ങളൊക്കെ പിടിക്കുക. ആവശ്യത്തിന് ശേഷം വിസിബിലിറ്റി ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ടോ? അത് കൂടിയിട്ടുണ്ട്. നല്ല കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. അല്ല, വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് മീൻസ് അങ്ങനത്തെ ഹിറ്റ് സിനിമയുടെ ഭാഗമാകുമ്പോൾ നമ്മളെയും ആ കൂട്ടത്തിലൊന്ന് ശ്രദ്ധിക്കും. ഹിന്ദിയിലൊക്കെ പോകുമ്പോൾ നമ്മള് അവസാന ചോദ്യം, ഇപ്പൊ ഇതിനകത്ത് 2 കപ്പിൾ ഇവർ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമുക്കറിയില്ല. നമുക്ക് ഇതിന് ട്രെയിലർ ടീസർ ഒന്നും വന്നിട്ടില്ല. സ്റ്റിൽ നിങ്ങൾ 3 പേരോട് ഒരു കാര്യം ചോദിക്കണം എന്ന് വിചാരിക്കുന്നു. ഏത് 3 പേര്? സിദ്ധാർത്ഥേട്ടൻ, നസ്രിയ ആൻഡ് ദീപക്. പൂജയുടെ എനിക്ക് അറിയില്ല, അതുകൊണ്ടാണ്. അതായത് ജനറലി ഇപ്പൊ നിങ്ങൾ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് പ്രേമിച്ച് നടക്കുന്ന 3 പേർ എന്നുള്ള രീതിയിലാണ് നമുക്കൊക്കെ മനസ്സിലാവുന്നത്. എനിക്കറിയില്ല, അറിയാത്ത കാര്യം പറയാൻ റിയൽ ലൈഫിന്റെ സാധനം നമുക്ക് മനസ്സിലായത് വെച്ചിട്ട് 2 ആളുകൾ സ്നേഹിക്കുന്നു. അവരുടെ അവരുടെ ആ ഒരു റിലേഷൻഷിപ്പ്, അവരുടെ ആ ഒരു റാപ്പോ നന്നായി പോവാൻ ജനറലി 2 people ആർ ഇൻ ലവ്, അവർക്ക് കൊടുക്കാൻ പറ്റാവുന്ന ഒരു അഡ്വൈസ് എന്തായിരിക്കും? ഒന്നും പ്രത്യേകിച്ച് ഒന്നും കൊടുക്കാനില്ല, അത് അവരെന്നെ പഠിച്ചു. എല്ലാത്തിനും അതിൻ്റെതായ സമയമായിട്ടുള്ള സാരങ്ങളല്ലേ ഉള്ളത്. നമ്മള് ലവ് ഗുരൂസ് ഒന്നും അല്ലല്ലോ, നമുക്കറിയാം അതൊക്കെ പഠിച്ചോളൂ. അത്ര ഈസി അല്ലെന്ന്. ഐ തിങ്ക് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അഡ്വൈസ് ഒന്നും ലൈക്ക് യു നോ എവറി ഡേ ഇസ് ലേണിംഗ്. നമ്മളിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം യു ഹാവ് ടു ലെറ്റ് ദ അതർ പേഴ്സൺ ബി ആൻ ഇൻഡിവിജ്വൽ. അത് കംസ് ലവ് ആൻഡ് റെസ്പെക്ട് ഭയങ്കര ഹാൻഡി ആണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. ഇൻഡിവിജ്വലായിട്ട് കുളത്തിന്റെ നടുവിൽ എന്തായാലും പൊങ്ങാതെ നോക്കുക മാക്സിമം. ഇല്ല, എനിക്കൊന്നും അല്ല, ആ പ്രേമിക്കുന്ന എങ്ങനത്തെ പയ്യനായിരിക്കും? അല്ല, പൂജയ്ക്ക് എന്താണ് വാട്ട് ഈസ് യുവർ കോൺസെപ്റ്റ് ഓഫ് എ പാർട്ട്ണർ? എനിക്കങ്ങനെ അതല്ല, ഒന്നും എന്നെ ഉപദ്രവിക്കാതെ സ്വന്തം പണിയും നോക്കി എന്നുള്ള മാത്രമേ. അത് ഭയങ്കര സിമ്പിൾ ആണ്. നമ്മുടെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആരെയും ഓൺ ചെയ്യുന്നില്ല, നമ്മളും ആരെയും ഓൺ ചെയ്യണ്ട. അങ്ങനെ നസ്രിയ നസീമിന്റെ പ്രൊഡ്യൂസറുടെ സ്ഥാനത്ത് നസ്രിയ എന്നുള്ള പേര് വരുന്ന സിനിമകൾക്കൊക്കെ ഒരു വിശ്വാസ്യതയും ഒരു വിജയവും ഒക്കെ ഉണ്ട്. അടുത്ത പ്രൊഡക്ഷൻ എപ്പോഴായിരിക്കും? ഉടനെ തന്നെ ഉണ്ട്, പറയാനായിട്ടില്ല. അതിൽ ഫഹദിന്റെ കണ്ണുകൾ കാണാൻ പറ്റുമോ? കണ്ണു മാത്രമല്ല, ബാക്കി വേണ്ട, തല കൈ കണ്ണു മാത്രം മതി, ബാക്കി ഫുള്ളായിട്ട് കാണാൻ പറ്റും. നൈസ്. ഓക്കെ, എന്തായാലും സൂക്ഷ്മദർശിനി തിയേറ്ററുകളിലേക്ക് എത്തുന്നു. നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ഒന്ന്, എന്നാൽ അതിന് വളരെ എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു രസം അതും കൂടി ആളുകൾക്ക് കിട്ടട്ടെ. ആളുകൾ കൈ നീട്ടിയ സിനിമ സ്വീകരിക്കട്ടെ. 4 പേരുടെയും നേരത്തിന് ഒരുപാട് നന്ദി. നമസ്കാരം. താങ്ക് യു സോ മച്ച്.